ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് 3-ൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെയും നല്ല മഴയും കാറ്റും കറണ്ട് കട്ടൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ബഹളത്തിൻ്റെ ഇടയിലുള്ള നമ്മുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കണില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സമയം ഏകദേശം നമ്മൾ അടുക്കളയിൽ കയറേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് പോകലും കാറ്റും ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മോനിക്ക് ഈ ഒരു സാധനം എടുത്തു കൊടുത്തത് കേട്ടോ. ഇത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അപ്പോൾ വാങ്ങിച്ചുകൊണ്ടു കൊടുത്തതാണ്. പക്ഷേ അവനതൊന്നും ഇരിക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഓർമ്മ വന്ന് പെയറടിച്ചെടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ആൾക്കത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു അതിനോടൊരു പരിചയക്കുറവ്, ആ ഒരു നാണം പേടിയൊക്കെ പോലെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഓടും, വെറുതെ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഓടിയൊക്കെ കാണിക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ നിന്ന്. അപ്പോൾ ആ സമയത്തും പുറത്ത് ഇങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തു തുടങ്ങിയിട്ടാ. അപ്പോൾ ആദ്യം കാറ്റൊക്കെ കണ്ടപ്പോൾ ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ മഴ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ പതുക്കെ നമ്മുടെ ജോലിക്കൊക്കെ കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോയും വന്ന് നിൽക്കണോണ്ട് നമുക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഉമ്മ വേഗം തന്നെ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള ജോലികൾ തുടങ്ങാറ്. അപ്പോൾ ഇന്നാണെങ്കിൽ കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം തന്നെ മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഉമ്മയുടെ പത്തിരി ജോലികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ കറിക്കും അതുപോലെ നമുക്ക് സ്നാക്കിനൊക്കെ ആവശ്യമുള്ള സവാളയും സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കിയിരുന്നു. ഉമ്മ അവിടെ നിന്ന് പത്തിരി ചുട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേനും കറണ്ടും പോകാനും വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോയിലൊക്കെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കറണ്ട് പോയ സമയത്തൊന്നും അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ഞാൻ ഇപ്പോൾ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തിട്ടുള്ളത്. മറ്റേ നമ്മൾ കുതിർത്ത ഗ്രീൻ പീസ് ആയാലും കുഴപ്പമില്ല. അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി വന്നിടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് മുൻപൊരു വ്ളോഗിൽ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവാൻ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ സ്നാക്സിനുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് മുട്ട വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, പക്ഷെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോഴേക്കും പുറത്ത് ഭയങ്കര കാറ്റായി കറണ്ടൊക്കെ പോയിട്ടാണ് നമുക്ക് മഴ കണ്ടിട്ടുള്ള രസമൊക്കെ പോയി തുടങ്ങി. ശരിക്കും പേടിയായി തുടങ്ങി. ഈ പ്രളയമൊക്കെ കണ്ടു വന്നായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇലയിനെങ്ങിയാലോ അപ്പോൾ പേടിയാണ്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതായത് ഇതിലേക്ക് ഞാനിതൊന്ന് വഴന്ന് വന്നപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഒന്നും ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അളവിന് ആവശ്യമായിട്ടുള്ളത് നമുക്കിപ്പോൾ 2 മുട്ടയ്ക്കുള്ള ഒരു ഫില്ലിങ് മതി, അതുകൊണ്ടാണ്. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ പൊടി പോലെ ഒന്ന് ചിക്കി എടുക്കണം ശരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് എല്ലായിടത്തേക്കും മിക്സായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ സ്പൈസും അതുപോലെ എരിവൊക്കെ നന്നായിട്ട് കുറച്ചിട്ടാണ് പൊതുവേ കഴിക്കാറ്. പിന്നെ നോമ്പിനാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറവാണ് ഉപയോഗിക്കുക. അപ്പോൾ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആവണ വരെ ഇങ്ങനെ ഒന്ന് കുത്തി പൊടിച്ച മാതിരി ആക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാകം. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട, പക്ഷേ നന്നായിട്ട് ഡ്രൈ ആയി വരണം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ടൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഉമ്മ തേങ്ങ ചിരകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കറണ്ട് വരുമ്പോൾ ഉടനെ അറ്റാക്ക് ചെയ്യണ മാതിരിയാണ് റെഡിയാക്കി വെച്ചേക്കണം എല്ലാവരും. അതുപോലെ തന്നെയാണ് നേരത്തെ ജ്യൂസ് അടിച്ചതും. അതിലേക്കുള്ള അരപ്പിന് വേണ്ടി ഒരു 2 പിടി തേങ്ങയും
ഒരു ഏലക്കായയും ഒരു ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ സവാള ഒരു 2-3 കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഞാൻ മറ്റേ വെള്ള കസുകസൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പീസാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മ മുട്ട വെച്ചിട്ടുള്ള സ്നാക്കൊന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഉമ്മക്ക് ബ്രെഡ് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സമൂസയൊക്കെ ഉണ്ടാക്കാൻ പോയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ബ്രെഡ് മുക്കാനുള്ള മാവും കൂടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിക്കുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഷീറ്റല്ല, നമ്മളൊരു ദോശ പോലെ മൈദമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ മൈദപ്പൊടിയും ഉപ്പും വെള്ളത്തിൽ കലക്കിയിട്ട് സിമ്പിളായിട്ട് വെറുതെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ബ്രെഡിൻ്റെ പൊരിക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ആ ഒരു കൂട്ടണത് കാണിക്കാഞ്ഞത് കറണ്ട് പോയി അത് ഓഫായി പോയപ്പോഴാണ് കേട്ടോ എടുത്തത്. ഞാൻ അറിഞ്ഞില്ല അത് ഷൂട്ടാവാഞ്ഞത്. അത് സിമ്പിളാണ്, എല്ലാവരും ചെയ്യണതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അത് മുട്ടയും പാലും അതുപോലെ തന്നെ ബ്രെഡല്ല മൈദപ്പൊടിയും പഞ്ചസാരയും ഏലക്കായയും ഒരു നുള്ളു ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതുപോലെ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് പറ്റാവുന്ന അത്രയും നമ്മളിത് കട്ടി കുറച്ചിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോരം പരത്തി കഴിഞ്ഞാലും ഇത് വെന്ത് വരുമ്പോൾ കട്ടി ഉള്ളതുപോലെ കിട്ടുക. അപ്പോൾ തീരെ നൈസായിട്ട് നല്ല നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് പോലെയൊക്കെ തോന്നില്ലേ, ഈ പേപ്പർ പോലെ, അതുപോലത്തെ ദോശയാണ് നമ്മളിതിന് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ഇത്രയും ദോശ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മടക്കിയെടുക്കാം. ഞാനിപ്പോൾ വെറുതെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ മടക്കണുള്ളൂ. ഇതിപ്പോൾ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അടുത്ത് തന്നെ നമ്മളിതിങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക്. പിന്നെ നമ്മൾ ഈ ഷീറ്റ് ഒരുപാട് കുക്ക് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് അത് ആ പാനിൽ നിന്ന് വിട്ടു പോരുന്നൊരു പാകമാകുമ്പോൾ തന്നെ എടുത്ത് മാറ്റണം. ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെന്തോളും. മറിച്ചൊന്നും ഇട്ട് വേവിക്കരുത്, ഇത് മടക്കുമ്പോൾ ഒട്ടൂല. അപ്പോൾ ഇത് മടക്കിയിട്ട് കണ്ടില്ലേ, നമ്മൾ മൈദമാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. മുട്ട തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ചിക്കൻ ബീഫ് എന്ത് വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. പക്ഷേ സംഭവം ഭയങ്കര ഈസിയാണ്. ഒരെണ്ണം നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഇത്തിരി കട്ടി കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ റോളാക്കിയാണ് എടുത്തത്. എനിക്കത് പിന്നെ മടക്കുമ്പോൾ അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതാ കണ്ട, ഇത്രയാണ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേഗം തന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലും അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ റമദാന് പൊതുവേ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സിനാണ് കൂടുതലും സാധനങ്ങൾ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സമയം പ്രത്യേകിച്ച് അറിയാമല്ലോ, എല്ലാവരും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ട് പിന്നെ ആവശ്യം വരികയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളിതൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട എടുത്താലും ശരിക്കും ഇത് ചെയ്ത് വരുമ്പോൾ ബാക്കി വരും കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഒരുപാട് ആദ്യം തന്നെ വാരി ഇടാതിരിക്കുക. നമ്മൾ പരമാവധി കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ മുക്കി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എല്ലാം നമ്മൾ കോട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും ഇനി ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ട് പിന്നെയും ചോദിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയണത്. നമ്മൾ ഇതുപോലെ ഒന്ന് നല്ല ചൂടായി വരുന്ന എണ്ണയ്ക്ക് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊക്കെ ഒന്ന് ക്രിസ്പി ആവണ വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് അപ്പം തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊരിക്കാനുള്ള ബ്രെഡ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോഴേക്കും പുറത്ത് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും തീരെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ കാറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു മാവിലേക്ക്. ഇനിയിപ്പോൾ ഇതും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ വേഗം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ഗ്രീൻ പീസിലേക്കൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് ചെറിയൊരു തള വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം നോമ്പ് തുറക്കണേ മുന്നേ തന്നെ പരമാവധി ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ തന്നെ ഞാനും ഉമ്മയും ചെയ്ത് വെച്ചിട്ട് പോവാറുള്ളൂ കേട്ടോ. നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്ഷീണവുമായിരിക്കും, പിന്നെ നമ്മുടെ നിസ്കാരം എല്ലാത്തിനും കൂടിയുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അടുക്കളയ്ക്ക് വരുന്ന സമയത്ത് മിക്കവാറും എല്ലാം തീർത്തിട്ടാണ് പോവാറ്. പിന്നെ ഇന്ന് വില്ലനായത് കറണ്ടാണ്, എന്നാലും ഞങ്ങൾ പറ്റണ പോലെയൊക്കെ എല്ലാം ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് പോയത്. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നമ്മൾ സ്നാക്സൊക്കെ ഒന്ന് വിളമ്പി എടുത്തൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ നാത്തൂൻ ഫ്രിഡ്ജിൽ നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഉമ്മ കലക്കി വെച്ചിട്ടാണ്, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ച സമയത്ത് തണുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഉമ്മ കലക്കി വെച്ച് അപ്പോഴത്തേനും നാത്തൂന് ഇതെല്ലാം വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്തു, എല്ലാവരും ഒരുമിച്ച് നോമ്പ് ഇറക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ അന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളൂ. കരണ്ടും മഴയൊക്കെ ഇരുന്ന് അന്നത്തെ പുതിയ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ചെയ്യുന്നൊരു വ്ളോഗാണ് ഇത്. ഒന്നാമത്തെ എൻ്റെ സൗണ്ടിനും ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ വീഡിയോയിലാണെങ്കിലും കറണ്ടും ഇല്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എങ്കിലും നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.